ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വന്നപ്പം വഴിയിൽ ഒരു ഓല വീണ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഓല എടുത്ത് മാറ്റിയപ്പോഴേക്കും ഒരു കിളി ചത്തു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ പെട്ടെന്ന് ഒന്ന് കുഴി കുത്തി അതിനകത്ത് ഇടാമെന്ന് പറഞ്ഞു. അതിന് ഫസ്റ്റ് ഒന്ന് നമ്മൾ കുഴി കുത്തത് നേരായില്ല. പിന്നെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ കുത്തിയപ്പോഴേക്കും ശരിയായി. അപ്പോൾ നമ്മളുടെ ഒന്ന് മണ്ണൊക്കെ മാറ്റി നമ്മളവിടെ ഇടുവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗായ്സ്, ഈ കിളി ചത്തു വീണപ്പോൾ നമുക്ക് വളർത്തേണ്ടതായിരുന്നു. കുറച്ചും കൂടി സമയം മുമ്പേ വന്നിട്ടെങ്കിൽ ജീവനോട് ഉണ്ടായേനെ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നമ്മുടെ അനിയന് മണ്ണ് കൊടുക്കാൻ പറയുമ്പോൾ അനിയന് വേണ്ടാന്ന് പറഞ്ഞു. അനിയൻ്റെ കൈ കൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ട് പിന്നെ 2 കൈയും കൂടി ഇടാൻ പറയുമ്പോൾ അവൻ അങ്ങോട്ട് എണീറ്റ് പോയി. ആ ദേഷ്യത്തിൽ വിഷമത്തിൽ അവന് ഒരു 3 പൂ പറിച്ച് വന്നിട്ട് അതിൻ്റെ ഓരോരോ ദിക്കിലായിട്ട് വെക്കുവാണ്. അവൻ പിന്നെ അതിന് ഭയങ്കര വിഷമിച്ചു. ഞാനും വിഷമിച്ചായിരുന്നു ഗൈസ്. അനിയനിട്ട പൂവാണ് ഗൈസ് നിങ്ങളിത് കാണുന്നത്. 3 സൈഡിലാണ് അവൻ വെച്ചത്. ഞാനിട്ട പൂ ഇതാണ് ഗൈസ്. എനിക്ക് പൂടുമ്പം വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞങ്ങൾ കരയാറായിരുന്നു ഗൈസ്. നമ്മുടെ അനിയൻ കരഞ്ഞു ഗൈസ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. ഇതാണ് ഗൈസ് അനിയൻ കരയുന്നത്. അനിയോട് ഞാൻ പറഞ്ഞു കരയണ്ടെന്ന്. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ആശ്വസിച്ചപ്പോഴേക്കും അവൻ ഒന്നും കൂടി ആഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം നമുക്കും അവൻ പറഞ്ഞു കരയട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു. അപ്പോൾ അവൻ കരയുവാണ് ഗൈസ്, ഒന്നും കൂടി ആഞ്ഞ് കരയുന്നത്. അപ്പോൾ ഈ കിളിയുടെ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം. ബൈ ബൈ.